ഇയർ ഔട്ട് സംവിധാനത്തിനെതിരെ KTUവിലേക്ക് SFI നടത്തിയ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. SFI പ്രവർത്തകർ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സ്മൃതി, കുറച്ചു മുൻപാണ് SFI പ്രവർത്തകർ KTUവിലേക്ക് മാർച്ച് നടത്തിയത്. തൊട്ട് മുൻപിൽ തന്നെ ബാരിക്കേഡ് പോലീസ് സജ്ജമാക്കിയിരുന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ബാരിക്കേഡ് മറികടന്ന് മുഴുവൻ പ്രവർത്തകരും സർവകലാശാലയ്ക്ക് മുന്നിൽ ആദ്യഘട്ടത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇതിൽ ഒരു ബാരിക്കേഡ് പൂർണ്ണമായിട്ടും തകർത്താണ് ഈ മുഴുവൻ പ്രവർത്തകരും അകത്തേക്ക് കയറിയത്. ഇതിൽ സംസ്ഥാന നേതൃത്വം മുഴുവൻ പ്രവർത്തകരോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത് സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കയറാനാണ്. നിലവിൽ കുറച്ച് പ്രവർത്തകരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് പുറത്തുള്ളത്. ബാക്കിയുള്ള സഞ്ജീവും ശിവപ്രസാദ് അടക്കമുള്ള ജില്ലാ നേതൃത്വം അടക്കം ഇപ്പോൾ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. മുന്നിലുള്ള ഗേറ്റ് മുകളിലൂടെയാണ് മറികടന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തിന് സമാനമായിട്ട് ഇയർ ഔട്ട് സംവിധാനം വീണ്ടും നിലവിൽ വന്നതിനെ തുടർന്നാണ് SFI കടുത്ത സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ KTUവിന്റെ താൽക്കാലിക VC ആയിരുന്ന K ശിവപ്രസാദ് SFIയുടെ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ഒടുവിലാണ് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇയർ ഔട്ട് സംവിധാനം ആ വർഷം നിർത്തലാക്കിയത്. അത് വലിയ ആശ്വാസമായിരുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. വീണ്ടും ഈ വർഷം അവസാനമാണ് ഇപ്പോൾ സിസ തോമസ് സർവകലാശാല വൈസ് ചാൻസലറായിട്ട് എത്തുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഇയർ ഔട്ട് സംവിധാനം വീണ്ടും നിലവിൽ വന്നതിനെ തുടർന്നാണ് SFI സംസ്ഥാന നേതൃത്വം വീണ്ടും സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമൊക്കെയാണ് നടന്നു. SFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്.